നമ്മളെല്ലാവരും കൂടെ നേവിക്ക് പോവുകയാണ്. ട്രെയിൻ അനങ്ങി തുടങ്ങി. നമ്മൾ അഹമ്മദാബാദിൽ എത്തിയിരിക്കുകയാണ്. കുളിരിനോ കൂട്ടിനോ ജയ്സർമീലി അമ്മേ ഇടത് കാലിയാണ് കുത്തിയത്. വെൽക്കം ടു കൺട്രി സൈഡ് റിസോർട്ട്. ഫ്രണ്ടിൽ ഒരുത്തരും കൂടെ ഇരിക്കാം. കൊല്ലാൻ കൊണ്ടുപോകണം. നമ്മളെ കൊല്ലാൻ കൊണ്ടുപോകണം. എനിക്കൊന്ന് കാണാൻ പിടിക്കാൻ പറഞ്ഞേ. ഇതെന്തിനു പോകുമ്പോഴാണ് പോലീസ് പിടിക്കാനാ പട്ടി. ഇപ്പൊ ടിപ്പർ മറിക്കണോടെ നമ്മളെ മറിച്ചിട്ടോടാ. നമ്മളതാ ഗുദാമി കൊണ്ടുപോണേ. ഹലോ ഗൈസ്, അപ്പം എൻ്റെ സൗണ്ട് എല്ലാം പോയി ഗൈസ്. ഇന്നലെ രാത്രി പൂളിൽ ഇറങ്ങേണ്ടി വന്നിരുന്നു. അതായത് നമ്മളെ ഒരു ഡാൻസും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫുഡ് കഴിച്ചിട്ട് പൂളിലിറങ്ങി. ഈ അമ്പിയാനെ പിടിച്ച് പൂളിലിട്ടത് കള്ളച്ചെറുക്ക് അതെവിടെ എന്തോ അങ്ങനെയല്ല, അവൻ്റെ അടുത്ത് പൂളിലെടുത്തിട്ടതായിരുന്നു. പിന്നെ എന്നെ ദൈവം പിടിച്ച് തള്ളി തന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ബാക്കി പോയി. പിന്നെ 12:30 വരെ പൂളിലായിരുന്നു. പിന്നെ കിടന്നപ്പോൾ 1 മണി കഴിഞ്ഞു. 1:30 ഇന്നലെ കിടന്നപ്പം 1:30. അങ്ങനെയാണ് എൻ്റെ സൗണ്ട് പോയത്. പിന്നെ സൺറൈസ് കാണാൻ പോകാൻ പറ്റിയില്ല. ഇതൊക്കെയാണ് ഇന്ന് സംഭവിച്ചത് അല്ലേ. അപ്പോൾ പോയി ഫുഡ് കഴിക്കട്ടെ. നല്ല പൂരിയുടെ മണം വരുന്നുണ്ട്. ഇല്ലേ മണം അടിക്കില്ലേ? അപ്പം അവൻ്റെ സൗണ്ട് പോയി. അവൻ്റെ മൂക്കടഞ്ഞിരിക്കുക. എനിക്ക് മൂക്കടഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പം പോയി വല്ലതും കഴിക്കട്ടെ, സാപ്പിടട്ടെ. കമാൻ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ സൗണ്ട് മൊത്തം പോയി. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്, ഉള്ള സൗണ്ട് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. ഇവിടെ ഭയങ്കര സ്മെല്ല്. പോലും പറഞ്ഞൂടാ ഹേ ഹൂ എന്നൊക്കെ പറയണം. ഇവിടെ ഒടുക്കത്തെ സ്മെല്ല്. ഇവിടെ ആണെങ്കിൽ ആർക്കും ബോധമില്ല. നമ്മളൊന്ന് റോഡ് ക്രോസ് ചെയ്യട്ടെ. ഈ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത് ഗൈസ്. എന്താ കഴിക്കാനുള്ളതെന്നറിയില്ല. ലെറ്റ്സ് ലുക്ക്. ഇത് ഏതോ സ്ഥലം ഒക്കെയാണ് ഫുഡ് ഓർഡർ ചെയ്തത്. ഞാൻ സാമ്പോ എന്തൊക്കെയാണ് എനിക്കും പറഞ്ഞോട് പേര്. ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. കഴിച്ചത് എന്തോന്ന് റൊട്ടി, എന്തോ ഒരു വെജ് മിക്സ്, പിന്നെ എന്തോ തൈര്. ഇതൊക്കെയാണ് സംഭവം കഴിച്ചത്. കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇവിടെയൊക്കെ കിട്ടാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. നമ്മളെ ബസ് കിടപ്പുണ്ട്, ബസ്സിൽ കയറാം. ഓക്കെ, ഇതാണ് ഫോർട്ട്, ജയ്സൽമീർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിനകത്താണ് നമ്മൾ പോകുന്നത്. ഇത് ലിവിങ് ഫോർട്ടാണ്. ഇതിനകത്ത് ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കൈസ് ഒടുക്കത്തെ ചൂട്, കൈസ് ഒടുക്കത്തെ ചൂട്. എൻ്റെ പൊന്നെ, എല്ലാവരും കൂളിംഗ് ഗ്ലാസ് വെച്ച് മേടിച്ച് ഇതായിരിക്കുന്നുണ്ട്. ഒട്ടും വയ്യ. അവിടെ എന്തൊരു ചൂട്. ഇവിടുത്തെ ആൾക്കാരെ സമ്മതിക്കണം കേട്ടോ ഈ അറ്റ്മോസ്ഫിയറിൽ താമസിക്കണം. ഇതാണ് ഫോർട്ട് കേസ്. ഫോർട്ടിൻ്റെ എവിടെയാണ് നിൽക്കുന്നത്. എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കൂടാ. അയ്യോ വയ്യ. നമുക്ക് നോക്കാം. ആണ് ഫോർട്ടിലോട്ട് കയറുന്ന എൻട്രൻസ്. കയറാം. ദിസ് ഈസ് ദ ഫോർട്ട്. മൈ ഗോഡ്, കാണാൻ കിടില്ല. പക്ഷെ ചൂടെടുത്ത് ഉപ്പാടുള്ളത്. പോലീസാണ്. ഗൈസ് കിടിലം ഗൈസ്. പക്ഷെ ഇപ്പോഴും ഇവിടെ ആൾക്കാർ താമസം വേണ്ടായിരുന്നു. അതിനുണ്ട് വേണ്ടായിരുന്നു.
പോണ പോക്ക് സ്ലിപ്പാവുന്നത്. മഴയും കൂടെ പെയ്താൽ കിടിലുമായിരിക്കും. കൊള്ളാൻ കേസ് നല്ല രസമുണ്ട് ഇല്ലേ? വരെയുണ്ട് ഡാൻസിന് പോയിട്ട് വരെയാണ്. ഇപ്പോഴാണ് ഇത് തണൽ കിട്ടിയത്. ഞാൻ വേർത്ത് കുളിച്ച് ഇതൊരു ചൂട്. ദേവത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്. സ്റ്റോറി നോക്കി അറിയാം കേസ്. കിടിലം. ഹലോ. അപമാനിച്ച് കേസ്. അപമാനിച്ച് കണ്ടുകൂടാ ഗൈസ്. ഇവിടെ ഭയങ്കര ആർട്ട് വർക്കാണ് ഇവിടെ. കിടിലല്ലേ? ബാഹുബലി പൽവാലിനെ എന്തിനോ വച്ചാക്കി ഇതൊക്കെ എടുത്ത് ലങ്സ് ഒക്കെ ഇട്ട് നോക്കൂല അങ്ങോട്ടേക്ക്. ഇവിടെ ഉണ്ടെന്ന് അത് മറ്റേ അവിടെ ഇല്ലേ ഹൈദരാബാദില് സെറ്റ് ഇല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഒണ്ടിക്കാം, പക്ഷേ ഒപ്പിക്കാം. നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്കാണ് പോകുന്നത്. ബാഹുബലി ഷൂട്ടിംഗ് നടന്നത് ഇവിടെ മറ്റേ സാധനം ഓർക്കുന്നില്ലേ? ബാഹുബലി ഷൂട്ടിംഗ് പല്ലവി ദേവൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബാഹുബലിയെ കാണാൻ പറ്റും. ഇത് വീരങ്കിയല്ലേ? മരുഭൂമിയിലെ ഒരു ലേക്ക്, ഗഡിസാഗർ ലേക്ക്. ആ കാണുന്നത് നമ്മളൊന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. This is the view of the ജയ്സൽമേർ സിറ്റി. ഈ സിറ്റി മൊത്തം കാണാം ഇവിടെ ഇരുന്ന. ഇപ്പുറത്തു നിന്നുള്ളൊരു വ്യൂ ഉണ്ട് ഓഫ് ജയ്സൽമേർ സിറ്റി. ശരിക്കും വയ്യ. ഇവിടെ മൊത്തം ഹോളിയുടെ സംഭവം ഉള്ളതുകൊണ്ടാണ് തറ സ്ലിപ്പ് ആവണത്. അല്ലെങ്കിൽ സ്ലിപ്പ് ആവുമെന്നറിയില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ഫോട്ടോജനിക്കാണ് കേസ്. എല്ലാം ഇതിലെല്ലാം ഫോട്ടോസ് എടുക്കാം കേസ്. നമ്മൾ ഈ ഫോർട്ടിൽ നിന്ന് ഇറങ്ങി ആനന്ദ് അവിടെ എന്തോ കമ്പനി മേടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ വലിയ ജയ്സൽമേർ ഫോർട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് കേസ്. കേൾക്കാമോ എന്നറിയില്ല. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ജയ്സൽമേർ ഫോർട്ട്? ആഫ്രിക്ക ഒരു മാമന്റെ മുമ്പ് ചെന്ന് പെട്ട് കൊടുത്തടേ എന്റെ പൊന്നോ. അങ്ങനെ ഉപദേശിച്ച് കൊന്നു. ആനന്ദിന്റെ കല്യാണം 3 വർഷം കഴിഞ്ഞ് ഫിക്സ് ചെയ്തു. പുള്ളിയുടെ മോളാണ് വധു. എല്ലാരും വരണം. ആനന്ദിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിയുടെ മോളെ 7 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടാൻ തീരുമാനിച്ചു. എത്ര വർഷത്തിന്? 37. അത്രയും വയസ്സൊന്നുമില്ല, ഒരു 40 അത്രേ ഉള്ളൂ. നാക്കിനൊരു കുഴപ്പവും ഇല്ല. സൂപ്പർ. വിശുദ്ധ വഴിതെറ്റി എവിടെ പോകുന്നുണ്ട് കേസ്. നമ്മള് പോയി വഴിതപ്പെട്ടെ. ഓക്കെ കേസ്, നമ്മൾ ആ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പൊ അടുത്ത് ഇനി ഏതൊരു ലേക്ക് കാണാൻ പോവുകയാണ്. ഏത് ലേക്കടാ? ഏതൊരു ലേക്ക്. നമുക്ക് ആ ലേക്കിൽ ഇതാണ് ഫോർട്ടിനടുത്തുള്ള ഒരു ലേക്ക്. ലേക്കിനടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് എൻ്റർ ദ പോണ്ട് അല്ല റിവർ ഫോർ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര വില. അവിടെ ഒന്ന് 25,000 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഗൈസ് നോക്കിയിട്ട് വരാം. നല്ല ഭംഗി ഗൈസ്. ഗൈസ് ഇത് ഫേമസ് ആവാൻ കാര്യം എന്ന് പറയുമ്പോൾ ഡെസേർട്ടിൻ്റെ നടുക്ക് ഒരു കുളം എന്ന് പറയുമ്പം ഭയങ്കര സംഭവമല്ലേ. അതാണ് ഇത് ഇത്ര ഫേമസ്. ഇവിടുത്തെ സ്ട്രക്ചേഴ്സൊക്കെ ഒരു രക്ഷയില്ലാത്ത സ്ട്രക്ചേഴ്സ്. ലെറ്റ്സ് അങ്ങോട്ട് പോവാം. അങ്ങോട്ട് നമുക്ക് ഇറങ്ങിയിട്ട് വരാം. ഇവിടെ മൊത്തം പശു. എപ്പോൾ ഇരിക്കും? ലെറ്റ്സ് ഗോ. ഈ സൈഡും ഉണ്ട്. ഈ സൈഡും എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. നമുക്കിന്ന് അടുത്ത ട്രെയിൻ കയറുന്നു. നേരെ എങ്ങോട്ട് പോകുന്നു? ഡൽഹി പോകുന്നു. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടാണെന്നില്ലേ? മണാലി. ഡൽഹിയിൽ നിന്ന് മണാലിയിലോട്ട്. ഓക്കെ, എൻ്റെ സൗണ്ട് എല്ലാം പോയി. ഓക്കെ, കിടക്കാനുള്ള അടിയാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ ബാഗും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ബാഗെല്ലാം എടുത്ത് ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ്. റെയിൽവേ സ്റ്റേഷൻ ഗൈസ്. നമ്മൾ അടുത്ത ട്രെയിനിലോട്ട് കയറി ഗൈസ്. അതായത് അടുത്ത ടു ഡൽഹി. അപ്പോൾ ഡൽഹിയിൽ നിന്ന് ഇനി നേരെ മണാലിയിലോട്ടാണ്. ഓക്കെ, മണാലിയിൽ നിന്ന് മണാലി എത്തട്ടാ മതിയോ അല്ലേ? ഓക്കെ ഓക്കെ, അപ് ടു മണാലി. ടീച്ചറാണ് മടക്കി കൊടുക്കുന്നതെന്ന് പറയണം.
അറിഞ്ഞൂടാത്തോണ്ടല്ലേ നാണക്കേടൊന്നുമില്ലടാ, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ. Congratulations guys, at last we reached Delhi. ഡൽഹിയിലെ മണ്ണിൽ 2 കാര്യം കുത്തി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, ഡൽഹി റെയിൽവേ സ്റ്റേഷൻ. A few moments later. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രഷപ്പിൻ്റെ ഡൽഹിയിലെ റൂം. നമ്മൾ ഡൽഹി എത്തി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഓക്കെ. നമ്മള് ഫ്രഷപ്പ് കഴിഞ്ഞ് ഇനി കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. അത് നേരെ മണാലി. ഓക്കെ. 40 50 60 ഇതാണ് 60 വരുമ്പോ സ്റ്റാർട്ട്. എത്ര? 60 വരുമ്പോ സ്റ്റാർട്ട്. ഗൈസ്, നമ്മൾ സരോജിനി മാർക്കറ്റിലോട്ടാണ് പോണത്. അപ്പം ഇനി ഫോൺ എടുത്താൽ ശരിയാവില്ല, ഫോൺ ആരെങ്കിലും അടിച്ചോണ്ടു. അതുകൊണ്ട് ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ. One eternity later. ഗൈസ്, ഞാൻ പുതിയൊരു ട്രൈപോഡ് മേടിച്ചു ഗൈസ്. മറ്റേ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. മറ്റേ ട്രൈപോഡ് ഒടിഞ്ഞു പോയി. ഒപ്പം ഇവിടെ എന്ത് തിരക്ക്, ഇവിടെ എല്ലാം വില കുറച്ച് കിട്ടും ഗൈസ്. പക്ഷേ കുറച്ച് വില പേശണം, കുറച്ച് ഹിന്ദി അറിയണം, അത്രേ ഉള്ളൂ, വേറെ സീനൊന്നും. എന്തായാലും നമ്മൾ തിരിച്ച് ബസ് എത്തിക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ സൗണ്ട് അറിയല്ല. എൻ്റെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് സമീപത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ ഒരു സെൽഫി എടുക്കും. ഗൈസ്, ദിസ് ഈസ് ദ ഇന്ത്യ ഗേറ്റ്. ഓ, എന്തൊരു ഭംഗി ഗൈസ്. ഓ, ഇവിടെ ഒരു പൊങ്കാലയ്ക്കുള്ള ഒരാളുണ്ട് ഗൈസ്. ഓ മോനെ, വിഷയ ആംബിയൻസ്. ആദ്യമായിട്ട് പറഞ്ഞോണ്ടായിരിക്കും അല്ലേ, കിടിലം. ഇവിടെ ഫോട്ടോ എടുക്കുന്നതിന്റെ പ്രഹസനമാണ് ഗൈസ്. ഇവിടെ വേറെ ഒരു പിള്ളേര് കളി കളിക്കുന്നു. എന്തോ സാധനം അയച്ചു കൊടുക്കുന്നു. ഇവിടെ വിഷ്ണുദാ തടയുന്നു. പിള്ളേര് കളി മാറി. അടിയുടെ അടിച്ച് കൊല്ലട എല്ലാത്തിനും. അടിയുടെ അടി 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 ഗൈസ്. ഈ പറയുന്ന ഇവന്മാരെല്ലാം എടുത്തു കേട്ടാ. ഫോട്ടോ എടുക്കുന്നതിന്റെ പ്രശ്നമാണ്. ഫോട്ടോഗ്രാഫർ വിവേക് ബാനർജി എല്ലാവരും ഉണ്ട് ഗൈസ്. എല്ലാരത്തിനെ കിണി നോക്കിയാണ് ഗൈസ്. എന്നെ ചോദ്യം ചെയ്യുകയാണ് ഗൈസ്. ശരി, ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അടിപൊളി സാധനം. ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഇന്ത്യ ഗേറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. മിസ്സേ, ഇന്ത്യ ഗേറ്റിന്റെ അപ്പുറത്ത് എന്താ? നമ്മുടെ സാറ് റോക്കറ്റ് ഇവിടെയാണ്. ഇവിടെ എന്തോ അല്ലേ കേസ് അമർജ്യോതി? അതായത് മുംബൈയിലാണ്. എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും കിടിലം. ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ, നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട് ഗൈസ്. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പ്രവേശനമില്ല. അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല ഗൈസ്. പാതിരാത്രി 10 മണിയായി. ഇപ്പോഴും ഇവിടെ തിരക്കിനൊരു കുറവുമില്ല. അതായത് ഇവിടെ ഒരു ഫൗണ്ടെയിനാണ് ജസ്റ്റ് എൻ്റെ റൈറ്റ് സൈഡ് അല്ലേ. ആ, നേരെ നടന്നിങ്ങനെ പോയാൽ നേരെ വെള്ളത്തിലാണ്. ഇവിടെയൊക്കെ നമുക്ക് ക്രിക്കറ്റ് കളിക്കായിരുന്നു. എന്തൊരു രസം. ഇവിടെ കളിക്കാൻ കുഴപ്പമില്ല കുട്ടികളെ. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ നിന്ന് വിട പറയുകയാണ് ഗൈസ്. അപ്പം നേരെ ബസ് കയറി വല്ലതും കഴിക്കുക, നേരെ മണാലിക്ക് പോകുന്നു ഗൈസ്. അപ്പം നാളെ രാവിലെ മണാലി, ഓഫ് ടു മണാലി, ഫ്രം മുട്ടക്കാട് ടു മണാലി. എൻ്റെ സൗണ്ടില്ലെങ്കിലും മുട്ടക്കാട് ടു മലയാളി. ഓക്കെ, മലയാളി അല്ല, മണാലി. Tomorrow. $20,000 ഡീസൽ. നീ എത്ര രൂപയ്ക്ക്? 200 രൂപയ്ക്ക് അടിക്കണം.